യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് സലാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് വലിയ പ്രാർത്ഥനാ നിർഭരമായ ഒരു രാവിന് ശേഷമാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസികൾ ഇന്ന് ഈ ഉയർപ്പ് ഞായർ എന്ന ഈ ദിവസം ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ പീഠാനുഭവങ്ങളും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീക്ഷയും പേറുന്ന സ്മരണകളാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിശ്വാസികൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ അയവിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെന്റ് ജോസഫ് ചർച്ചിലാണ്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സോടുകൂടി തങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ യേശു അനുഭവിച്ചതിന് തുല്യമായ അല്ലെങ്കിൽ യേശുവിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളമായിരുന്നു അത്ര ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ കർത്താവ് എത്ര ബുദ്ധിമുട്ടുകളോടാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അതിജീവിച്ചത്, ഈ പീഠാനുഭവങ്ങളെ അതിജീവിച്ചത്. അതുപോലെ തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ ബുദ്ധിമുട്ടുകളും അതിജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കർത്താവിന് മുമ്പിൽ ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന നിർഭരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ കോഴിക്കോട് സെന്റ് ജോസഫ് പള്ളിയിൽ ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുടുംബസമേതം എത്തിയ വിശ്വാസികളൊക്കെ തന്നെ വളരെ സാഹൂദം പുരോഹിതന്റെ വാക്കുകൾ സാഹൂദം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഈ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുകയാണ്. ദൈവം അനുഭവിച്ച പീഠാനുഭവങ്ങൾ എത്രത്തോളമായിരുന്നു, ആ പീഠാനുഭവങ്ങൾക്ക് ശേഷം മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേൽറ്റതിൻ്റെ ഓർമ്മകൾ ആണ് ഇവിടുത്തെ വിശ്വാസികൾ ഈ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇറക്കി വെക്കുന്നത് അല്ലെങ്കിൽ അയവിറക്കുന്നത്. ഏതായാലും ഇവിടെ നിരവധി വിശ്വാസികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എല്ലാവരും പുരോഹിതന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാഹൂദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ വീട്ടിലേക്ക് പിരിഞ്ഞു പോകും. വീട്ടിലെത്തിയതിനു ശേഷം കുടുംബങ്ങൾ സന്ദർശിക്കുന്നതിന് അടക്കമുള്ള വലിയ ആഘോഷങ്ങൾക്കായിരിക്കും ഇന്ന് ക്രിസ്തീയ സമൂഹം ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. ക്യാമറാമാൻ ജയ്സൽ ബാബുവിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1.